കായംകുളം ഓലകെട്ടിയമ്പലം കൊയ്പ്പള്ളിക്കാരാൻമ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും സീഡ് ക്ലബ്ബ് പ്രവർത്തന ഉദ്ഘാടനവും നടത്തി. പരിസ്ഥിതി പ്രവർത്തകനും മുൻ അധ്യാപകനുമായ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ഓലകെട്ടിയമ്പലം കൊയ്പ്പള്ളിക്കാരാൻമ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും സീഡ് ക്ലബിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. പരിസ്ഥിതി പ്രവർത്തകനും മുൻ അധ്യാപകനുമായ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ 1972 ഐക്യരാഷ്ട്രസഭ ജനീവയിൽ വെച്ച് തീരുമാനമെടുത്ത് ഇങ്ങനെ ഈ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രകൃതിയെല്ലാം നാശത്തിന്റെ വക്കിലാണ്, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, മനുഷ്യർ മാത്രം കാണുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ വരും, ഒന്നുമില്ല, പ്രകൃതി വിഭവങ്ങളെല്ലാം നശിച്ച് നാമാവശേഷമാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് എന്താ വേണ്ടിയ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് സംഘടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 1973 ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത്. ഒരേ ഒരു ഭൂമി എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം, ഒരേ ഒരു ഭൂമി. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയുടെ 97% വെള്ളമാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ 97% വെള്ളം, ബാക്കി 2% എവിടാണ്? ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞുകട്ടയായിട്ടിരിക്കുന്നു. ഉത്തര ധ്രുവമുണ്ട്, ദക്ഷിണ ധ്രുവമുണ്ട്, രണ്ടിടത്തും മഞ്ഞ് കെട്ടിയായിട്ടിരിക്കുകയാണ് 2%. ബാക്കി 1% വെള്ളമാണ് നമുക്ക് ആകെ ഉപയോഗിക്കാനുള്ളത്. ആയാമറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്മിതാരാജ് സ്വാഗതം പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ മഠത്തിൽ ബിജു മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ജുഷ മോഹൻ ആശംസാ പ്രസംഗം നടത്തി. മായ സോമൻ കൃതജ്ഞത പറഞ്ഞു. CT ന്യൂസ് കായംകുളം.